അവസരം സ്തോത്രം ചെയ്യുന്നു. എനിക്ക് അവസരം തന്ന ദൈവത്തിനോടും ലോകത്തോടും ദൈവനാമത്തിലുള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു. കുറേ നാളുകളായിട്ട് ഞാൻ ഒരു വചനം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ധൈര്യമില്ലായിരുന്നു. ഇന്ന് എനിക്ക് ദൈവം അതിനുള്ള അവസരം തന്നതിനായിട്ട് ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറേ പേര് കൂടി ഒരു പ്ലേ ഗ്രൂപ്പ് പ്രേയർ നടത്തുമായിരുന്നു വൈകിട്ട്. അപ്പോൾ അതിൽ 4 പേരാണ് മെസ്സേജ് ചെയ്തിരുന്നത്. അന്നാണ് ആദ്യമായിട്ട് ഞാൻ മെസ്സേജ് പറയുന്നത്. അതിനുശേഷം റാന്നിയിലെ ചർച്ചിൽ പഴയ കാലത്തെ ഓയിൽ ഗ്രൂപ്പുകാരെല്ലാം കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അതിലങ്ങനെ മെസ്സേജ് പറയാനായിട്ട് അവസരം ദൈവം തന്നു. അതിനുശേഷം ഇന്നാണ് ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് യോജന പറയുവാൻ ദൈവം അവസരം തന്നിട്ടുള്ളത്. അതിനായിട്ട് ദൈവത്തിനായിരമായിട്ട് സ്തോത്രം ചെയ്യുന്നു. എന്തെങ്കിലും തെറ്റുവിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം എനിക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും പ്രസംഗിക്കാനൊന്നും അറിയില്ല. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം. ലൂക്കോസ് 18 1-ാം വാക്യം. ചാപ്റ്റർ 18 വേഴ്സ് 1. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കാൻ എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഇവിടെ നമ്മൾ പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു സംസാരം എന്നാണ്. ഒരു മക്കൾക്ക് ഒരു മകന് പിതാവിനോട് എന്ത് ആവശ്യങ്ങൾ പറയാമോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ദൈവത്തോട് നേരിട്ട് അതിന് പറയാൻ സാധിക്കും. അതിനിടയിൽ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. പ്രേയർ ഈസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്. പ്രാർത്ഥനയ്ക്ക് 4 സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത്തേത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. രണ്ടാമത് നമ്മുടെ കുറവുകൾ ദൈവത്തോട് ഏറ്റുപറയണം. മൂന്നാമത് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. നാലാമതാണ് നമ്മുടെ ആവശ്യകാര്യങ്ങൾ ദൈവത്തോട് പറയേണ്ടത്. ആദ്യം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. അതായത് ഇന്ന് നമ്മൾ ചെയ്തു പോയിട്ടുള്ള നമ്മുടെ കുറവുകൾ, നോട്ടത്തില്, വാക്കില്, പ്രവൃത്തിയില്, ചിന്തയിലൊക്കെ ചെയ്തു പോയിട്ടുള്ള കുറവുകൾ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നാലാമത് നമ്മുടെ ഇന്നത്തെ യാത്രയിൽ, നമ്മുടെ ജോലി മേഖലയിൽ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം കൂടെ ഇരുന്നതിന് ദൈവത്തോട് നമ്മൾ നന്ദി പറയണം. നാലാമതാണ് നമ്മുടെ ആവശ്യഭാരങ്ങൾ ദൈവത്തോട് പറയേണ്ടത്. അതായത് നമ്മുടെ ജോലിയിൽ സ്ട്രെസ് കാണാം, ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ടായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി ലഭിച്ചിട്ടും സാലറി കിട്ടാത്തവർ, നമ്മുടെ നാട്ടിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത്, ഇതൊക്കെ ഓർത്ത് നമ്മൾ വിഷമിക്കുന്നുണ്ടായിരിക്കും. ഈ ഭാരങ്ങളെല്ലാം നമുക്ക് ദൈവത്തോട് കനികളോടുകൂടി പ്രാർത്ഥിക്കാം. ലൂക്കോസ് 18-ാം അധ്യായം 9 മുതൽ 14 താഴോട്ട് പറയുമ്പോൾ 2 പേരുടെ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. അതായത് പരീക്ഷന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥന. പരീക്ഷൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ദൈവമേ, പിടിച്ചു വലിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ, ഈ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ എങ്ങനെയാണ് പറയുന്നത്? നിന്നെ വാഴ്ത്തുന്നു, ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുങ്കക്കാരനോ ദൂരത്ത് നിന്ന് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ അവൻ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഇതാരുടെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്? ആരാണ് നീതീകരിക്കപ്പെട്ടായിട്ട് തിരിച്ചു പോയത്? ആ പാപിയായ ചുങ്കക്കാരൻ. അവൻ നീതീകരിക്കപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങനെയാണ് തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരെ പോലെയാണ്? ചുങ്കക്കാരനെ പോലെയാണോ? പരീക്ഷരനെ പോലെയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ബൈബിളിലെ 3-4 പേരുടെ പ്രാർത്ഥന മൂലം ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ച് ഞാൻ 2-3 പേരുടെ പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്നാമത്, ദൈവം അബ്രഹാമിന് വയസ്സായിട്ടും മക്കളില്ല. അബ്രഹാമിന് 100 വയസ്സായപ്പോഴാണ് ഒരു മകനെ ദൈവം കൊടുത്തത്. ആ അബ്രഹാമിന്റെ വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന മൂലം ദൈവം അബ്രഹാമിന് ഒരു മകനെ കൊടുത്തു. അതാണ്
ഇസഹാക്ക്. ഹന്നായ്ക്കും എൽക്കാനായ്ക്കും വയസ്സായവരെയും അവർക്ക് മക്കളില്ലായിരുന്നു. ഹന്നായുടെ കണ്ണുനീരോട് കൂടെയുള്ള പ്രാർത്ഥന മൂലം ദൈവം അവർക്ക് ഒരു മകനെ കൊടുത്തു. അതാണ് ശൗമ്യൻ. മൂന്നാമത് ഇയ്യോബിന്റെ കാര്യമാണ്. ഇയ്യോബിന് ദൈവ നിഷ്കളങ്കനും നീതിമാനുമായിരുന്നു. എന്നാൽ ആ കാര്യത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സാത്താൻ പരീക്ഷിച്ചപ്പോൾ അങ്ങനെ നീതിമാന്റെ ഇയ്യോബിന്റെ മക്കളും സ്വത്തുക്കളും ആടുമാടുകളും എല്ലാം നഷ്ടമായി. അവന്റെ ഭാര്യ പോലും പറഞ്ഞു, നീ വിശ്വസിക്കുന്ന ഈ ദൈവത്തെ നിനക്ക് ത്യജിച്ചു കളയല്ലോ. അപ്പോൾ ഇയ്യോബ് പറയുന്നത് എന്താണ്? നമ്മൾ ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിക്കുന്നത് പോലെ നമുക്ക് തിന്മയും നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളുവാൻ തയ്യാറായിരിക്കണം. എപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവമേ, നമുക്ക് എല്ലാം നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണം. നമ്മുടെ സാമ്പത്തികമായാലും ജോലിയായാലും മക്കളായാലും എല്ലാം ഉയർന്നു നിൽക്കണമെന്നാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാരം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. സുഖകാലത്തിലും ദുഃഖകാലത്തിലും നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരായിരിക്കണം. മർക്കോസ് 11:24 പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കും, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും, നിങ്ങൾ ക്ഷമിക്കാനല്ലോ സ്വർഗ്ഗസ്ഥനായ പറഞ്ഞിട്ടുള്ള വേറെ 3 പേരുടെ കൂടെ പറയാനുള്ളത് ദാനിയേലിന്റെ കാര്യമാണ്. സിംഹക്കുഴിയിൽ ഇടമിട്ടു ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എത്ര നേരം പ്രാർത്ഥിച്ചത്? 3 നേരം ദൈവത്തോട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവസന്നിധി ദാനിയേൽ പ്രാർത്ഥിച്ചു. ദൈവം ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. അതുപോലാണ് യോനയെ കുറിച്ച് പറയാനുള്ളത്. യോനയോട് ദൈവം നിനവേലേക്ക് പോയി അവർക്കെതിരായിട്ട് സംസാരിക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ യോന പോയതോ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാതെ തർശീസിലേക്ക് പോയി. അപ്പം സംഭവിച്ച എന്താണ് കാര്യം? ദൈവം അങ്ങനെ അവിടെ കൊടുങ്കാറ്റടിപ്പിച്ചു, സമുദ്രത്തിൽ കോള് സൃഷ്ടിച്ചു. അങ്ങനെ കപ്പൽ മറിയാറായി. അവിടെ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവരവരുടെ ദേവനോട് പ്രാർത്ഥിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം സമുദ്രത്തിൽ എറിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് യോന എന്താ ചെയ്ത്? കപ്പലിന്റെ അടിത്തട്ടിൽ കടന്നുറങ്ങിയായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ കടന്നുറങ്ങുന്നത്? നീ എവിടുത്തുകാരനാണ്? നിന്റെ പേരെന്താണ്? അപ്പൊ യോനയ്ക്കുണ്ടായ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം ചെയ്തത് യോനയെ എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു. എങ്കിൽ മാത്രമേ ഈ സമുദ്രം കോളെല്ലാം മാറത്തുള്ളൂ അവർ പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ എന്തുവാ? ദൈവം ഒരു മത്സ്യത്തെ അയച്ച് യോനയെ വിഴുങ്ങിക്കളഞ്ഞു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 ദിവസം 3 രാവും 3 പകലും കഴിഞ്ഞു. അതിനുശേഷം അവിടെ വെച്ച് യോന ദൈവത്തോട് അനുതാപത്തോടുകൂടെ പ്രാർത്ഥിച്ചു. അവന്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ദൈവം മത്സ്യത്തോട് കൽപ്പിച്ച് കരയിൽ അവനെ കത്തിച്ചു കളഞ്ഞു. അതുപോലെ തന്നെയാണ് ഏലിയാവിന്റെ പ്രാർത്ഥന മൂലം ദേശത്ത് 3 സംവത്സരം 6 മാസവും മഴ പെയ്തില്ല. പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിടുന്നു. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് കർത്താവ് പറയുന്നുണ്ട്. മത്തായി 6-ാം അധ്യായം 5 മുതൽ 15 വരെ എന്ന് വായിക്കാമോ? മത്തായി 5-ാം അധ്യായം 6-ാം അധ്യായം 5 മുതൽ 8 വരെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലാകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അതയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പ് നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും എങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ എന്നൊരു ഭാവം, നമുക്ക് അഹങ്കാരവും നിങ്ങളുടെ സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല. നമ്മളും ദൈവത്തോടും കൂടെയുള്ള ഒരു സംസാരമാണ്, അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്?
അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് പ്രതിഫലം തരും. നമ്മളെക്കാളും ദൈവത്തിന് അറിയാം. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാം. അതുപോലെ പ്രാർത്ഥനയ്ക്കുള്ള വെയിറ്റ് ചെയ്യേണ്ടി വരും. ദൈവത്തിന് അറിയാം, നമുക്കറിയാം എപ്പോൾ തരണം, ഏത് സമയത്ത് തരണം, അത് എങ്ങനെ തരണം എന്നുള്ളത് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് അത് സാക്ഷിയായിട്ട് അത് പറയേണ്ടതാണ്. എൻ്റെ കാര്യം പറയുവാണെങ്കിൽ 2-3-4 വർഷത്തിന് മുമ്പ് എനിക്ക് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് ജോയിൻസിനെല്ലാം പെയിനായിട്ട്, എൻ്റെ കാലിന്, എൻ്റെ മുട്ടിന് അങ്ങനെ വേദനയായിട്ട് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. അവിടെ നമ്മുടെ പ്രയറിന് പോകുമ്പോൾ എനിക്ക് സ്റ്റെപ്പ് പോലും കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും എനിക്ക് രാവിലെ എണീക്കുമ്പം എനിക്ക് ഭയങ്കര വേദന, സഹിക്കാൻ വയ്യാത്ത വേദന അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ ജോലിക്ക് പോയതെന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പലപ്പോഴും ഞാൻ കുറേ പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്കറിയാം അത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. എന്നാലും വേദന സഹിക്കാത്തത് കൊണ്ട്, ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് അതൊക്കെ ഞാൻ കഴിച്ച് ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിറോയിഡ് ഗുളിക ഇഞ്ചക്ഷൻ ഒരുപാട് ഞാൻ എടുത്തു. അതെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ BP കൂടുന്നു, എൻ്റെ ഷുഗർ കൂടുന്നു. എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഡോക്ടർ ഒരു ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. മന്ത്ലി ഞാനൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കിപ്പോൾ നടക്കാനും സ്റ്റെപ്സ് കയറാനും ജോലിക്ക് പോകാനും ഒക്കെ അതിന് ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ എല്ലാവരോടും പറയണം. നമുക്ക് പലപ്പോഴും നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാനോ പ്രാർത്ഥിക്കാനോ പള്ളിയിൽ പോകാനോ ഒക്കെ പലപ്പോഴും നമുക്ക് മടി കാണിക്കാറുണ്ട്. ഒരിക്കലും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും അത് മാറ്റിക്കളയണം. നമ്മുടെ സമയം തക്ക സമയത്ത് ഉപയോഗിച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന, അതായത് നമ്മുടെ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. അബ്രഹാമിനെ പോലും ഇയ്യോബിനെ പോലും നമ്മുടെ പ്രാർത്ഥന വിശ്വാസമുള്ളതായിരിക്കണം. അന്നയെ പോലെ കണ്ണീരോട് കൂടിയ പ്രാർത്ഥനയായിരിക്കണം. ദാനിയേലിനെ പോലെ മടുത്തു പോകാതെയുള്ള പ്രാർത്ഥനയായിരിക്കണം. യോനയെ പോലെ, ചുങ്കക്കാരനെ പോലെ അനുതാപത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം, കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ യാചന, കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മുടെ യാചന കേൾക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കണ്ണുനീരിനെ കാണാതിരിക്കുന്ന ദൈവമല്ല, നമ്മുടെ യാചന കേൾക്കാതിരിക്കുന്ന ദൈവവുമല്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാണ്.